വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനൊരു അനുഭവ സാക്ഷ്യം പറയുവാൻ വേണ്ടിയാണ് ഈ ചാനലിൽ വന്നത്. എൻ്റെ പേര് രാജേന്ദ്രൻ കാണിയാണ്. ഞാൻ കോട്ടൂർ അഗസ്ത്യാർവന മേഖലയിൽ 27 വില്ലേജിൽ കൊമ്പി എന്ന സെഗ്മെന്റിൽ താമസിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷമായി കർത്താവിന്റെ രക്ഷിതാവ് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞങ്ങളുടെ കാണി സമുദായത്തിൽ മന്ത്രവാദി കുടുംബത്തിൽ നിന്നാണ് എനിക്ക് യേശുവിനെ അറിയാനൊരു ഭാഗ്യമുണ്ടായത്. 1999 എന്നെ യേശു തേടി വന്നു. ഞാനും എൻ്റെ മാമനും എൻ്റെ സഹോദരനും കൂടെ വനത്തിനകത്ത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ വെച്ച് ഒരു പാമ്പ് എന്നെ കടിക്കുകയും അങ്ങനെ ഞാൻ പാമ്പ് കടിയേറ്റ് അവിടെ നിന്ന് ചികിത്സയായിട്ട് എൻ്റെ ഒരു വലിയച്ഛൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ചികിത്സിക്കുവാൻ കടന്നു വരുമ്പോൾ അവിടെ ഒരു കല്ലാണ് ഉള്ളത്. അപ്പോൾ കല്ല് വെച്ചിട്ട് അദ്ദേഹം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റിന് കല്ലില്ലാത്തതുകൊണ്ട് അവിടെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മാമനും ആ സഹോദരനും അവർ നേരത്തെ കർത്താവിനെ സുന്ദരക്ഷാവ് സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരാൾ എൻ്റെ ഉള്ളിൽ വന്ന് പറയുകയാണ്, എനിക്കിന്ന് മുതൽ ഈ ചികിത്സയും ചെയ്യേണ്ട, ഇങ്ങനെയുള്ള മന്ത്രവാദം ഒന്നും ചെയ്യേണ്ട, അങ്ങനെ നിനക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഒരാൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിക്കുകയും അത് മുഖാന്തരം ഞാൻ എൻ്റെ ആ സഹോദരൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യം കിട്ടുകയും ചെയ്തു. അത് മുഖാന്തരമാണ് യേശുവിനെ അറിയാനുള്ള ഒരു ഭാഗ്യമുണ്ടായത്. തുടർന്ന് കർത്താവിനെ ദിവസങ്ങളിൽ ആരാധിച്ച് മുമ്പോട്ട് കടന്നുപോയി. അങ്ങനെ നമ്മുടെ വനത്തിലുള്ള ആൾക്കാർ യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്കെതിരെ വന്നു. ഇവിടെ യേശുവിനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ പറ്റില്ല. കാരണം അങ്ങനെ യേശുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ഇത് പുറത്തുള്ളവരുടെ യേശുവാണ്. അപ്പോൾ അതുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറത്തു പോകണം, ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പുറത്തു പോകാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു അവർ എന്നെ ശാരീരിക മാനുഷികമായിട്ടൊക്കെ എന്നെ ഭാരപ്പെടുത്തുവാനിടയായി തോന്നുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ദൈവം എനിക്ക് അവിടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള പ്രാർത്ഥന കൂട്ടായ്മയും തുടർന്ന് ആലയം തന്നു. ഇന്ന് കർത്താവിനെ 15 പേര് ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയായിട്ട് ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവം തരുന്ന രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഞാനിപ്പോൾ ട്രൈബൽ മിഷൻ എന്ന് പറയുന്ന ഡോക്ടർ മുരളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയിലേക്ക് 2018 അവരോട് കടന്നുപോയി. അവരോടൊപ്പം ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഭാര്യ 2 ആമ്പിള്ളേരുമാണുള്ളത്. മൂത്ത മോന് 24 വയസ്സും രണ്ടാമത്തെ മോന് 22 വയസ്സുമായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായ കർത്താവിനെ ആരാധിച്ച് മുമ്പോട്ട് പോകുന്നു. ദൈവകൃപയാൽ ഇതുവരെയും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. കാരണം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വനത്തിൽ നിന്ന് ഒത്തിരി പീഡനങ്ങൾ എനിക്കെതിരെ നേരെ കടന്നു വന്നു. കാരണം ഉള്ള കേസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. SI കൊണ്ട് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അവർ പറഞ്ഞു. അങ്ങനെ SI അറസ്റ്റ് ചെയ്യാൻ വന്നു. പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ അറസ്റ്റ് ചെയ്യാനോ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. ദൈവം അവിടെയെല്ലാം വളരെ സുതാര്യമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചാനലിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ